ഹലോ, ന്യൂ ഇയർ ആയിട്ട് എന്താണ് പരിപാടി? ഞങ്ങളെന്നാൽ ഇന്ന് വെളിയിലൊക്കെ ഒന്ന് പോയി റെസ്റ്റോറൻറ്റിലൊക്കെ വൈകിട്ട് ഡിന്നറൊക്കെ കഴിക്കാമെന്ന് തീരുമാനിച്ചു. അതിന് മുമ്പായിട്ട് അമ്പലങ്ങളിലൊക്കെ പോയി ഈ വർഷം മിനിച്ചേക്കണേന്ന് പ്രാർത്ഥിച്ചു. ഞങ്ങളുടെ കൂടെ സന്തോഷേട്ടനും രേവതിയും സായിയും ഉണ്ടായിരുന്നു. ഞങ്ങൾ അമ്പലത്തിലൊക്കെ പോയി കഴിഞ്ഞ് നല്ലൊരു റെസ്റ്റോറൻറ്റിലൊക്കെ പോയി. റെസ്റ്റോറൻറ്റ് പേര് തന്നെ വെരി ഇൻട്രസ്റ്റിംഗ് ആണ്. അതിൻ്റെ പേരാണ് എന്നെ അട്രാക്ട് ചെയ്തത്. വാട്ട് എ ഷോട്ട്. വെളിയിൽ നോക്കുമ്പോൾ അത്ര വലിയ ലുക്കൊന്നും ഇല്ലെങ്കിലും അകത്തോട്ട് കയറുമ്പോൾ എൻ്റെ പൊന്നേ, നല്ല സൂപ്പർ റെസ്റ്റോറൻറ്റ്, നല്ല സൂപ്പർ ആംബിയൻസ് ഒക്കെ ആയിട്ട് നല്ലൊരു റെസ്റ്റോറൻറ്റ്, നല്ല നീറ്റ് ആൻഡ് ടൈഡി. മെയിൻലി ഞാൻ എവിടെ പോയാലും ഇച്ചിരി നീറ്റ് ആൻഡ് ടൈഡി ആയിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റാണ്. എന്നാലല്ലേ നമുക്ക് ഫുഡ് കഴിക്കുമ്പോൾ ഒരു മനസ്സിനൊരു സന്തോഷം കിട്ടുള്ളൂ. അതിലോട്ട് നോക്കി എന്തുമാത്രം ആൾക്കാരാണ് നോക്കി. ഓൾറെഡി ഞങ്ങൾ നേർലി വിളിച്ചു, ടേബിളൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ലക്ഷ്യമാക്കി ഞങ്ങൾ അങ്ങ് നടന്നു. ഇഷ്ടംപോലെ ആൾക്കാരാണ്. ന്യൂ ഇയറിൻ്റെ ഇയറൊക്കെ സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. അതിൻ്റെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് അതിൽ സെൻട്രലിൽ തന്നെ ഒരു നല്ലൊരു ബാർ കൗണ്ടറുണ്ട്. അത് ഞാൻ പൊക്കെ കാണിച്ചു തരാം. ഇതാണ് ഞങ്ങളുടെ ടേബിൾ. ഞങ്ങൾക്ക് മെനു കാർഡൊക്കെ കിട്ടി. ഒരു വലിയ ബുക്കിൻ്റെ വലിപ്പമുള്ള മെനു കാർഡ് നോക്കാം. അതിൻ്റെ ഇഷ്ടം പോലെ വെറൈറ്റീസ് ഫുഡുണ്ട്. ഓർഡർ പലതായിട്ട് സ്റ്റാർട്ടർ തൊട്ട് തുടങ്ങി ഓർഡർ കൊടുത്തു. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴേക്കും നല്ല സൂപ്പർ ഫുഡ്സ് ഒക്കെ ആയിരുന്നു. ഞങ്ങൾ ആദ്യമായിട്ടാണ് ന്യൂ ഇയറിന് വെളിയിലൊക്കെ പോയി ഫുഡൊക്കെ. എപ്പോഴും വീട്ടിൽ തന്നെയാണ് സെലിബ്രേഷൻ. അജിക്കുന്ന നൈറ്റ് ഡ്യൂട്ടി ആയതുകൊണ്ട് നമുക്ക് ന്യൂ ഇയർ അത്ര സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റില്ല. നല്ല സൂപ്പറായിരുന്നു, നല്ല ഫണ്ണായിരുന്നു. നമ്മുടെ വൈബിലത്തെ ആൾക്കാർ എന്താണെന്നറിയാമോ? ഇതാണ് ടെക്കീല. സോ ഞാൻ ഇതുമായിട്ട് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൽക്കഹോളില്ലാതെ എന്ത് ന്യൂ നല്ല സൂപ്പറായിരുന്നു. എനിക്കൊരുപാട് ഇഷ്ടപ്പെട്ടു. പിന്നെ ടെക്കിലൊക്കെ അടിച്ച് അത് നോക്കുമ്പോൾ ഇരുന്നപ്പം എന്നാൽ ഒരു മൊഹിത്തോ കൂടെ കുടിച്ചേക്കാമെന്ന് വെച്ചു. അങ്ങനെ മൊഹിത്തോ ഓർഡർ കൊടുത്തു. ആ മൊഹിത്തൊക്കെ കുടിച്ച് കഴിഞ്ഞപ്പോൾ നോക്കുമ്പോൾ ആണ്ട്രാ കുട്ടിപ്പട്ടാളങ്ങൾ ബാർ കൗണ്ടറിൽ കയറിയിരിക്കുന്നു. എന്നാൽ ബാർ കൗണ്ടറൊന്ന് എക്സ്പ്ലോർ ചെയ്തേക്കാമെന്ന് വെച്ചു. നോക്കുമ്പോൾ ആണ്ട്രാ ഇരിക്കുന്നു ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് കുപ്പീസ്. മൈ ഗോഡ്, UK വന്നതിന് ശേഷമാണ് പല ബ്രാൻഡിൻ്റെ കുപ്പികൾ കാണുന്നതും അതിൻ്റെ പേരൊക്കെ പഠിക്കാൻ പറ്റിയതും. കുറച്ചൊക്കെ ടേസ്റ്റും ചെയ്ത് നോക്കിയിട്ടുണ്ട്. നോക്കുമ്പോൾ എല്ലാവരും നല്ല ഹെവി ഫുഡൊക്കെ കഴിച്ച് അനങ്ങാമല്ലാതെ ഇരിക്കുകയാണ്. നോക്കൂ, അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ഒരു കോഷ്ടി ഉണ്ണി അപ്പടി ബഹളമായിരുന്നു. അതുകൊണ്ട് അതിലെല്ലാം ഒന്ന് നടക്കാമെന്ന് വെച്ചു. ഒരു ഓപ്പൺ കിച്ചണാണ്. അതിൽ നമുക്ക് കാണാൻ പറ്റും. നല്ല നീറ്റായിട്ടാണ് അവർ ഫുഡൊക്കെ ഉണ്ടാക്കിയേക്കുന്നത്. പേര് പോലെ തന്നെ വാട്ട് എ ഷോട്ട്. സൂപ്പർ ഫുഡായിരുന്നു കേട്ടോ. ഇവിടെ കൂടുതലും ഫുട്ബോൾ മാച്ചിൻ്റെ സമയത്ത് ഭയങ്കര തിരക്കാണെന്ന് കേട്ടത്. കാരണം ഇവിടുത്തെ ആൾക്കാർക്ക് ഭയങ്കര ക്രേസാണ് ഫുട്ബോൾ എന്ന് വെച്ചാൽ. അതുകൊണ്ട് എവിടെ നോക്കിയാലും TV അതിൽ ഫുട്ബോൾ മാച്ചാണ്. അപ്പം നല്ല ഹെവി ഫുഡൊക്കെ അടിച്ച് ഞങ്ങൾ ബൈ പറഞ്ഞു നേരെ വീട്ടിലോട്ട്. പേര് പോലെ തന്നെ വാട്ട് എ ഷോട്ട്. സൂപ്പർ ഫുഡായിരുന്നു. അപ്പം see you. Happy New Year to all. Good night. Bye-bye.